calorie recipes ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അത് നമുക്ക് ഡിന്നറിലായാലും ലഞ്ചിനായാലും നമുക്ക് യൂസ് ചെയ്യാം. അത് ഡെഫിനറ്റ് ആയിട്ടും ഒരു ഹെൽത്തി ആൻഡ് ഫില്ലിംഗ് റെസിപ്പീസ് ആണ്. നമുക്ക് വെയിറ്റ് ലോസിന് മാത്രം യൂസ് ചെയ്യണം എന്നില്ല. വെയിറ്റ് ലോസ് ആയാലും അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കണം, ഒരു വെൽ ഇനഫ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ഓഫ് ഫുഡ്, എന്നാൽ നമുക്ക് ഫില്ലിംഗ് ആയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. അതേപോലെ ഇതൊരു ബാലൻസ്ഡ് ഡയറ്റ് ആണ്. അതായത് കറക്റ്റായിട്ട് നമുക്ക് ഇനഫ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫൈബർ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഫസ്റ്റ് റെസിപ്പി എന്ന് പറയുന്നത് ഒരു സ്പിനാച്ച് വെജിറ്റബിൾ റൈസ് വിത്ത് ക്രീമി ചിക്കൻ കറിയാണ്. വിത്ത് ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ചീര, അതാണ് നമ്മുടെ ഇതിൻ്റെ സ്റ്റാർ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ചീരയ്ക്കകത്ത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്നറിയാം. അതേപോലെ തന്നെ അത് വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തനിയെ ചീര കുക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് അത്രയും ടേസ്റ്റ് ഇഷ്ടമല്ല. പക്ഷേ മറിച്ച് പല റെസിപ്പീസിൻ്റെയും കൂടെ അത് മിക്സ് ചെയ്ത് പോകുമ്പം ഞാൻ അതിൻ്റെ ടേസ്റ്റ് അറിയാറില്ല. എന്നാൽ ചീര ഞാൻ കഴിക്കുകയും ചെയ്യും. അതുപോലെ നമുക്ക് വേണ്ടതാണ് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ മല്ലിയില, ഉപ്പ്. ഇത്രയും നമ്മൾ ഒരുമിച്ച് ഒരു ജാറിലെടുത്തിട്ട് നമ്മളത് നന്നായി പേസ്റ്റായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മല്ലിയില എടുക്കുമ്പം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിൻ്റെ അകത്ത് ഒരുപാട് മണ്ണുണ്ടാവും. ഇതിൻ്റെ അകത്ത് മല്ലിയിലയുടെയും ഇഞ്ചിയുടെയും ഫ്ലേവർ വരുന്ന കാരണം നമുക്ക് ചീരയുടെ ടേസ്റ്റ് ഒട്ടും തന്നെ നമുക്ക് കിട്ടില്ല എന്ന് മാത്രമല്ല, നമുക്കൊരു മല്ലിയിലയുടെ ഒരു ഫ്ലേവറും മണമൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഫ്ലേവറുള്ള ഒരു റൈസാണിത്. ഞാൻ എടുത്തേക്കുന്ന ചീര ഒരു റെഡ് കളറും അതുപോലെ ഗ്രീനും ഒരുമിച്ചുള്ള ചീരയാണ്. നിങ്ങൾക്ക് ഗ്രീൻ തനിയെ കിട്ടുവാണെങ്കിലും എടുക്കാം. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാ വെജിറ്റബിൾസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ അകത്തോട്ട് നമുക്കൊരു സബോള വേണം. അതേപോലെ ഞാൻ കുറച്ച് മസാലകൾ ഇടുന്നുണ്ട്. പിന്നെ ഞാൻ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. കോക്കനട്ട് ഓയിൽ എല്ലാവർക്കും അറിയാം, അതൊരു ഹെൽത്തി ഫാറ്റ് ആണ്. ഹെൽത്തി ഫാറ്റ് എന്ന് പറയുമ്പം ഹെൽത്തി ഫാറ്റ് ആണെങ്കിലും നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്കും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ഹെൽത്തി ഫാറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അത് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ അതിനൊരു ക്വാണ്ടിറ്റി നമ്മൾ ലിമിറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ കാലറീസ് ഒരുപാടായിട്ട് കൂടും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 1 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 2 ടീസ്പൂണിൻ്റെ അടുത്താണ് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ആഡ് ചെയ്തേക്കുവാണ്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ക്യാരറ്റും ബ്രക്കോളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബീൻസോ പയറോ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നമുക്ക് ഈ സമയത്ത് ഇതിൻ്റെ അകത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം, നിങ്ങളുടെ അവൈലബിൾ ഓപ്ഷൻസ് എല്ലാം. ഇനി ഞാൻ നമ്മുടെ ക്രീമി ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള സബോളയും അതേപോലെ തന്നെ അതിന് നമുക്കൊരു തക്കാളി വേണം. അപ്പോൾ ഒരു തക്കാളി, അങ്ങനെ അതിലാവശ്യമുള്ളതെല്ലാം നമ്മൾ എടുക്കുവാണ്. അതുപോലെ ഞാൻ ഇതിൻ്റെ അകത്ത് ആ ഒരു ക്രീമി ചിക്കൻ, ആ ഒരു ക്രീമിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് കാഷ്യൂസ് ആണ്. കാഷ്യൂ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് റിച്ച് ഇൻ ഫൈബർ, അതേപോലെ തന്നെ ഹെൽത്തി ഫാറ്റിൻ്റെ ഒരു വലിയൊരു സോഴ്സാണ്. അതേപോലെ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ്റെ ഒരു സോഴ്സും കൂടിയാണ്. അത് മാത്രമല്ല ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും അല്ലെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഇതാണ് കാഷ്യൂ. ഞാൻ കോക്കനട്ട് ഓയിൽ പറഞ്ഞ പോലെ തന്നെ ഹെൽത്തി ഫാറ്റാണ്, പക്ഷെ അത് കൺസ്യൂം ചെയ്യുന്ന ക്വാണ്ടിറ്റി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വെജിറ്റബിൾസിനെ കമ്പയർ ചെയ്യുമ്പോൾ റൈസ് വളരെ കുറവാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തത് ബസ്മതി റൈസാണ്. ഞാൻ റൈസിൻ്റെ കാര്യത്തിൽ അധികം കൺസേൺ ചെയ്യുന്നില്ല. അപ്പോൾ ഈ റൈസിൻ്റെ കാലറി എന്ന് പറയുന്നത് നമ്മൾ ഏത് റൈസ് എടുത്താലും, ഈവൻ റെഡ് റൈസ് ആയിക്കോട്ടെ, ഏത് റൈസ് എടുത്താലും അവിടെ കാലറി എന്ന് പറയുന്നത് കാര്യത്തിലെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ ഫൈബർ കണ്ടന്റ് കൂടുതലായിരിക്കും മറ്റു റൈസിൻ്റെ അകത്ത്. അപ്പം നമ്മൾ ഒരുപാട് പച്ചക്കറികൾ നമ്മുടെ റൈസിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫൈബർ കണ്ടന്റിനെ പറ്റി ഒരുപാട് കൺസേൺ ആവേണ്ട കാര്യമില്ല. കൂടുതൽ റൈസ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഹെൽത്തി ചോയ്സ് ഓഫ് റൈസ് ചൂസ് ചെയ്യണം. ഇനി നമ്മുടെ ക്രീമി ചിക്കൻ കറിക്ക് ഇതിൻ്റെ അകത്തോട്ട് ഓയിലിൻ്റെ അകത്തോട്ട് ഞാൻ വീണ്ടും കുറച്ച് മസാലകൾ ഇടുന്നുണ്ട്. എപ്പോഴും പറയുന്ന പോലെ ഓയിൽ വളരെ കുറച്ച് എടുക്കാനായിട്ട് ശ്രമിക്കാം. അതിൻ്റെ അകത്തോട്ട് നമ്മൾ സബോള, അതേപോലെ തന്നെ തക്കാളി അത് നമ്മൾ ഇടുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ നമ്മുടെ കാഷ്യൂ ഇടുകയാണ്. ഇതെല്ലാം കൂടി നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇടുന്ന മുഴുവൻ മസാലകളെല്ലാം ഒരുപാടാവാതെ ശ്രദ്ധിക്കണം. കുറച്ച് ക്വാണ്ടിറ്റി ഇടാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് അരഞ്ഞു വരുമ്പോൾ ഒരുപാട് ഇതായിരിക്കും. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ മസാല അവിടെ ഇടാതിരിക്കാം, പകരം നിങ്ങൾക്ക് ഗരം മസാലയുടെ ഒരു പൊടി വേറെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്താലും മതി. അപ്പം ഞാനിതിൻ്റെ അകത്ത് കാഷ്യൂ ഇട്ടു. അതേപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതൊക്കെ നിങ്ങളുടെ ഓപ്ഷൻസ്. ഞാൻ മസാലപ്പൊടി ഇടുന്നില്ല, കാരണം മുഴുവൻ മസാല ഇട്ട കാരണം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ പൊടികളും ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരുപാട് വഴറ്റ് വരണം എന്നില്ല, ചെറുതായിട്ടൊന്ന് വഴണ്ടാൽ മതി. അതിനുശേഷം നമ്മളത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കുവാണ്. ഞാൻ ബാക്കിയുള്ള മിക്സിയിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു
കറിക്കകത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെൽത്തി ഫാറ്റ്സ് ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ ആൻഡ് അതുപോലെ തന്നെ കാഷ്യൂ, പിന്നെ കുറച്ച് പച്ചക്കറി, പിന്നെ നമ്മൾ ചിക്കൻ ആണ് എടുക്കുന്നത്. ഇതിൽ ഞാൻ ഒരുപാട് പച്ചക്കറി ആഡ് ചെയ്യാത്തതിൻ്റെ കാരണം നമ്മുടെ റൈസ് ഇസ് ഫുൾ ഓഫ് ഫൈബർ ആണ്. അപ്പോൾ നമുക്ക് ഇനി പച്ചക്കറിയുടെ ആവശ്യമില്ല. സോ ഒരു ഹെൽത്തി ആയിട്ട് എന്നാൽ തന്നെ നമുക്ക് ഒരുപാട് അനാവശ്യമായിട്ടുള്ള ഒരു അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഈ കറിക്കകത്ത് ആഡ് ചെയ്യുന്നില്ല. ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ക്രീമി ചിക്കൻ കറിയാണ്. എന്നാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വരുത്താത്ത ഒരു കറിയാണ്. സോ ഇതൊരു 300 കാലറി റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ, ആദ്യം റൈസ് എന്ന് പറയുന്നത് 150 ഗ്രാമും അതുപോലെ കറി 150 ഗ്രാമും നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു 300 കലോറിക്കുള്ളിൽ നിൽക്കുന്നതാണ്. നെക്സ്റ്റ് റെസിപ്പി എന്ന് പറയുന്നത് വെജിറ്റബിൾസും പ്രോൺസും എഗ്ഗുമുള്ള ഒരു റൈസാണ്. ഇതിന് വേറെ കറിയൊന്നുമില്ല. ഈ ഒരു റൈസ് തന്നെ വളരെ ടേസ്റ്റിയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള പിക്കിളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൈഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഞാൻ തനിയാണ് എടുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. വളരെ ലെസ് ക്വാണ്ടിറ്റി ഓഫ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ വെജിറ്റബിൾസ് എടുക്കുന്നുണ്ട്. ഇത് ഞാൻ റെഡ് ക്യാബേജും അതേപോലെ തന്നെ കുറച്ച് മഷ്റൂമും അതേപോലെ കോളിയും എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഫ്രോസൺ വെജിറ്റബിൾസും ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ഈസി ആവാൻ വേണ്ടി ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. സോ ഇതിൽ കണ്ടാൽ മനസ്സിലാവും ആ ചോറിനയിലും കൂടുതലുണ്ട് പച്ചക്കറി. അപ്പം നമ്മൾ എടുക്കുന്ന റൈസിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറച്ചെടുക്കുക, പച്ചക്കറി കൂടുതലെടുക്കുക. ഇനി ഇതിൻ്റെ അകത്ത് പ്രോൺസും അതേപോലെ തന്നെ എഗ്ഗും വരാനുണ്ട്. അപ്പോൾ ഇത്രയും പ്രോട്ടീനും വെജിറ്റബിളും ആണ് അവിടെ കൂടുതൽ. റൈസ് എന്ന് പറയുന്നത് വളരെ കുറച്ചാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തോണ്ട് വേണ്ട ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. 2 എഗ്ഗാണ് ഞാൻ ഇതിന് എടുക്കുന്നത്. പിന്നെ പ്രോൺസും ഞാൻ എടുക്കുന്നുണ്ട്. സോ ഇതിൻ്റെ അകത്തോട്ട് ആവശ്യമുള്ള സ്പ്രിംഗ് അണിയൻ ഞാൻ എടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം എടുക്കുന്നേ ഉള്ളൂ, നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പോൾ സ്പ്രിംഗ് അണിയൻ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മല്ലിയില എടുത്താലും മതി. നമുക്കൊരു ജസ്റ്റ് എന്തെങ്കിലും ഒരു ഫ്ലേവർ കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ അകത്തേക്ക് വളരെ കുറച്ച് ഓയിൽ എപ്പോഴും പറയുന്ന പോലെ ഞാൻ ആഡ് ചെയ്യുന്നു. ആൻഡ് ഇതിൻ്റെ അകത്തേക്ക് ഞാനൊരു സബോള എടുക്കുന്നുണ്ട്. ആ ഒരു സബോള എല്ലാത്തിനും ഒരു നല്ലൊരു സംഭവമാണ്, ഒരു ടേസ്റ്റിന് നല്ലതാണ്. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടി സബോള എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാം. ഇനി എല്ലാ പച്ചക്കറികളും ഇട്ടിട്ട് ആ പച്ചക്കറികളെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള എന്ത് പച്ചക്കറി വേണമെങ്കിലും ഇവിടെ ഈ ഒരു സമയത്ത് നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായ ഏത് പച്ചക്കറി വേണമെങ്കിലും എടുക്കാം. എനിക്ക് പച്ചക്കറി കഴിക്കാൻ മടിയുള്ള ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോ ഓപ്ഷൻസ് ഞാൻ എടുക്കുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് വൈറ്റമിൻസും നമുക്ക് കിട്ടുകയാണ്. ഒരൊറ്റ പച്ചക്കറി ആണെങ്കിൽ ഒരേ വൈറ്റമിനെ നമുക്ക് കിട്ടും, പക്ഷേ ഇതിൽ ഒരുപാട് വൈറ്റമിൻസ്, ഒരുപാട് ബെനിഫിറ്റ്സും കിട്ടുകയാണ്. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഞാൻ കുറച്ച് പ്രോൺസ് ആഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രോൺസ് ആഡ് ചെയ്യുന്നില്ല, കാരണം ഇനി 2 എഗ്ഗും കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരുപാട് പ്രോട്ടീൻ സോഴ്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഒരു പ്രോൺസ് ഞാൻ ആഡ് ചെയ്യുന്നു. ആൻഡ് ഞാൻ ഫൈനലി കുറച്ച് സ്പ്രിംഗ് ഓണിയനും ഇട്ട് കുക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഞാൻ ഇടുന്നുണ്ട്. അതേപോലെ തന്നെ സോയാ സോസ് ഒരു ഫ്ലേവറിന് ഇടുന്നതാണ്. ഒരുപാട് ഞാൻ എടുക്കുന്നില്ല, ഒരു 1/2 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ഒരു 1 ടീസ്പൂണൊക്കെ എടുത്താൽ മതി. വളരെ കുറച്ചാണ് ഞാൻ എടുത്തത്, ഒരു ജസ്റ്റ് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഞാൻ 2 എഗ്ഗാണ് ആഡ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി നമ്മുടെ ചോറ്. അപ്പം ചോറിനേലും കൂടുതലാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തനിയെ കഴിക്കാൻ, നമുക്കൊന്നും സൈഡായിട്ട് ഇതിന് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ വല്ല പിക്കിൾ എങ്ങാനും നിങ്ങൾക്ക് എടുക്കാം, അത്രയേ ഉള്ളൂ. 200 ഗ്രാം റൈസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് 300 കാലറീസ് ആണ്. അപ്പോൾ നമ്മൾ 200 ഗ്രാംസ് റൈസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് റെസിപ്പി എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ചിക്പീസ് കറി, നമ്മുടെ കടലക്കറിയാണ്. കടലയും കുറച്ച് ക്യാരറ്റും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ റൈസ് എടുക്കുന്ന കേർഡ്, അതേപോലെ തന്നെ പിന്നെ ഞാൻ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള അനിയനും ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കോമ്പിനേഷനാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ കടല കുക്ക് ചെയ്ത് ആദ്യം തന്നെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളത്തോടു കൂടി എടുത്ത് വെച്ചേക്കുന്നത്. കടലയാണ് ഇതിൻ്റെ ഒരു സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പോൾ കടല നിങ്ങൾക്കറിയാം, അതിൻ്റെ അകത്ത് നല്ല ഫൈബറും ഉണ്ട്, പ്രോട്ടീനും ഉണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു പ്രോട്ടീൻ സോഴ്സ് നമ്മൾ നോക്കുന്നില്ല. പിന്നെ നമ്മൾ എക്സ്ട്രാ ഞാനിതിൻ്റെ അകത്ത് ക്യാരറ്റ് എടുക്കുന്നുണ്ട്, ക്യാപ്സിക്കം എടുക്കുന്നുണ്ട്. ഞാൻ നോർമൽ സ്പൈസസ് ഇവിടെ ആഡ് ചെയ്യുന്നില്ല. ഞാനിവിടെ കുറച്ച് ഹെർബ്സും അതേപോലെ തന്നെ നമ്മുടെ ചതച്ച മുളകും ചില്ലി ഫ്ലേക്സും ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഒറിഗാനും അതേപോലെ തന്നെ മിക്സ്ഡ് ഹെർബ്സുമാണ് ഞാൻ എടുത്തേക്കുന്നത്. കാരണം ഒരുപാട് സ്പൈസസ് കുറയ്ക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പം ഇതൊന്നും അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് ഉള്ള നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ഫ്ലേവറിലോട്ട് അതിനെ മാറ്റാവുന്നതാണ്. അപ്പം ഞാൻ ഈ ഹെർബ്സാണ് ഇവിടെ എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ വെളുത്തുള്ളി എടുക്കുന്നുണ്ട്, ഇഞ്ചി എടുക്കുന്നില്ല. പിന്നെ ഞാൻ തക്കാളി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഞാൻ ചെറിയ ടൊമാറ്റോ എടുത്ത് നമുക്ക് എന്ത് ടൊമാറ്റോ വേണമെങ്കിലും എടുക്കാം. ആൻഡ് കുറച്ച് ഓയിലിൻ്റെ അകത്ത് ഞാൻ കുറച്ച് ജീരകം ഞാൻ ഇടുന്നുണ്ട്. അതിനുശേഷം എടുത്ത് വെച്ചിരിക്കുന്ന സബോളയും അതേപോലെ തന്നെ ക്യാപ്സിക്കവും ഞാനൊന്ന് വഴറ്റുന്നു. അതിൻ്റെ അകത്തോട്ട് ഉപ്പും അതേപോലെ ക്യാരറ്റ് ഇട്ട് ആ ക്യാരറ്റും ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതൊക്കെ വളരെ ലെസ് ഓയിലിൻ്റെ അകത്താണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ പാത്രത്തിൻ്റെ ഇതുപോലെ ഇരിക്കും. നല്ല കട്ടിയുള്ള പാത്രമൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക.
ഫൈനലി നമ്മൾ എല്ലാ ഒരു ഹെർബ്സും തക്കാളി ഇതെല്ലാം ആഡ് ചെയ്ത് ഒന്ന് അത് കുക്കായി വരുമ്പം ഇതിൻ്റെ അകത്തോട്ട് ഫൈനലി നമ്മൾ ആ കടല ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ആൻഡ് ഇത് നല്ല ഹെൽത്തി റെസിപ്പിയാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ മല്ലിയില ആഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഇതാണ് കേട്. അപ്പോൾ കേടെന്ന് പറയുന്നത് ഡൈജഷന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം അതൊരു പ്രോബയോട്ടിക്സ് ആണ്. അതായത് അതിൻ്റെ അകത്ത് ഒരുപാട് ഹെൽത്തി ബാക്ടീരിയാസ് ഉണ്ട്. അത് നമ്മുടെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമുക്ക് വല്ല ഗ്യാസ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ കേടെന്ന് പറയുന്നത് ഇറ്റ്സ് എ പെർഫെക്റ്റ് വെയിറ്റ് ലോസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പ്രോട്ടീൻ എന്ന് പറയുന്നതും ഹൈ ആണ്. റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തോട്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.